അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ബസ് സ്റ്റാൻഡിനുള്ളിലെ ഹൈമാസ് ലൈറ്റ് മിഴിയടച്ചിട്ട് മാസങ്ങൾ ഏറെ പിന്നിട്ടെന്ന് പരാതി. അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ആരോപണം. പഞ്ചായത്തിന് മുമ്പ് അറിയിക്കേണ്ട ഒരു അപേക്ഷയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ കൊല്ലങ്ങളായി ഇപ്പോൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉള്ളിലത്തെ ഈ ലൈറ്റ് കത്താണ്ട് കിടക്കുന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയായി ആകെ ഇരുട്ടാണ്. നായ്ക്കളുടെ ശല്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. നായ്ക്കൾ വന്ന് തമ്പടിക്കുകയാണ് ഇവിടെ ലൈറ്റില്ലാത്തതിൻ്റെ മറവിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ചേലക്കര പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലുള്ള ഈ ഹൈമാസ് ലൈറ്റ് വർഷങ്ങളായിട്ട് ഇപ്പോൾ കത്തണില്ല. തുടങ്ങിയതിന് ശേഷം കഷ്ടി ഒരു വർഷം വർക്ക് ചെയ്തു. പിന്നെ ഇത് കത്താതെയായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റുകളൊക്കെ മാറ്റിയിട്ട് LED ആക്കി. അതിന് ശേഷവും ഇത് വളരെ നിസ്സാരം മാസങ്ങൾ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. നമ്മളൊരു LED ബൾബ് മേടിക്കുകയാണെങ്കിൽ തന്നെ 1 വർഷമോ 2 വർഷമൊക്കെ നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് വാറണ്ടിയൊന്നും നമുക്ക് കിട്ടണില്ല. അത് പഞ്ചായത്ത് അതിനുള്ള പരിശ്രമം നടത്തുന്നില്ല. ഈ ലൈറ്റൊന്ന് കത്തിക്കണം. അത് നമ്മുടെ ഈ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യമാണ്. വ്യാപാരികൾ നമുക്ക് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് കസ്റ്റമേഴ്സിനൊന്നും രാത്രിയായി അങ്ങോട്ട് വരാൻ തന്നെ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ ഇവിടെ കുറേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റാൻഡിലുണ്ട്. എന്താ ഞങ്ങൾ കട അടച്ചു പോകുമ്പോൾ ഇവിടെ തമ്പടിക്കുന്നുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കണമില്ല. പോലീസും നമുക്ക് കൈകാര്യം ചെയ്യുന്നില്ല. പറയില്ല, പലതവണ നമ്മൾ ആവശ്യപ്പെട്ടതാണത്. പല രാഷ്ട്രീയക്കാരും പലരും സ്റ്റാൻഡിലുള്ള കടക്കാരും ഒക്കെ പലതവണ ആവശ്യപ്പെട്ട വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. 6 മണി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ്. ഒന്നും ഒരു തമ്മിൽ നേരിട്ട് പോയാൽ കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പഞ്ചായത്ത് ഒന്നൊരു സീരിയസ് ആയിട്ട് എടുത്ത് ഈ ലൈറ്റൊന്ന് കത്തിക്കാൻ ഒരു അറേഞ്ച് ചെയ്തു തരണം. അതാണ് നമുക്ക് പറയാനുള്ളത്.